നമ്മൾ ഇതിലുവാവിടെ ബർത്ത്ഡേ ആയിട്ടേ കൊച്ചിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയാണ്. ടോയ് മാൾ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അതായത് എടപ്പള്ളിയിലും എറണാകുളത്തൊക്കെ ഉള്ള പ്രമുഖ കുറച്ച് മാളുകളൊക്കെ ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പരസ്യങ്ങളുണ്ട്. അത് മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, അങ്ങനെ 3-4 സ്ഥലത്ത് നമ്മൾ അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടി അവരെ കോൺടാക്ട് ചെയ്ത് പല സ്ഥലത്തും അന്വേഷിച്ചതിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയിട്ടും കുറച്ച് ബഡ്ജറ്റ് പ്രൈസിലും പിന്നെ കുറച്ച് സേവനങ്ങളുടെ കെയർ ഓഫിലെല്ലാം നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് വന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നിന്ന് എടുക്കാനുള്ള കാരണം ഒന്നും കൂടി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കാം. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത വളരെ വ്യത്യസ്ത ഇനം കിഡ്സിൻ്റെ ജീപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പലതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇതുപോലത്തെ തന്നെ കുട്ടികൾ കയറിയിരുന്ന് ഓടിക്കുന്ന ഒരു ടൈപ്പ് ജീപ്പ് മേടിക്കാനാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ ഐറ്റംസുകൾ കണ്ടപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാര്യം എടുത്താലും നല്ല സ്പോർട്സ് ബൈക്കുകൾ, അല്ലെങ്കിൽ നോർമൽ ബൈക്കിൻ്റെ ഷേപ്പിലുള്ള സംഭവങ്ങൾ, നോർമൽ സ്കൂട്ടിയുടെ ഷേപ്പിലുള്ള ടോയ്സുകൾ, സ്പോർട്സിൻ്റെ ടൈപ്പ് ബൈക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒറിജിനലിനോട് കിടപിടിക്കുന്ന ടൈപ്പ് മോഡലിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല, കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ കാലുകൊണ്ട് തള്ളി ഓടിക്കുന്ന ജീപ്പുകൾ, നമ്മൾ പണ്ട് ഓടിച്ചിട്ടുള്ള 3 വീലറിൻ്റെ സൈക്കിളുകൾ, അങ്ങനെ തുടങ്ങി വലിയ കുട്ടികൾക്ക് വരെയുള്ള സൈക്കിളുകളുണ്ട്. അതായത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളുകൾ മുതൽ മുകളിലേക്ക് വലിയ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളുകൾ വരെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഇവിടുത്തെ ഷോപ്പിലെ ഒരാളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഈ സാധനം ടോയ് മാളിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്? ടോയ് മാളിൽ നമുക്ക് എല്ലാം സ്പെഷ്യൽ ആണ്. ജീപ്പാണ്ട്, പിന്നെ സാധാ ടോയ്സ് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, എല്ലാം നമുക്ക് സ്പെഷ്യൽ ആണ് ഇവിടെ. ഇപ്പൊ ഈ ഓടിച്ചിട്ടുള്ള സാധനമില്ലേ, അതിനൊക്കെ ഏകദേശം എങ്ങനെ റേറ്റ് വരും? അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ജീപ്പിംഗ് ഒക്കെ വരുമ്പോൾ ഒരു 7-6 ഇഞ്ചാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഹെവി ആണ്, 2 വലിയ മോട്ടർ. ഞാൻ കയറുന്നാലൊക്കെ ഇപ്പൊ കണ്ടില്ലേ, ഞാൻ കയറുന്നാലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇതൊരു നമുക്കൊരു 1600 രൂപ കൊടുക്കാൻ പറ്റും. ഇലക്ട്രിക് ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇലക്ട്രിക് ബൈക്കൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ 4500 4 റേഞ്ച് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 4 രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അത് ശരി. ഈ ജീപ്പിന്റെ പ്രൈസ് ജീപ്പൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുമ്പോൾ 7-6 റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ജീപ്പൊക്കെ ആയാലും അത് 2 മോട്ടർ 12 വോൾട്ട് തന്നെയാണ്. പെൻഡ്രൈവ്, ഓക്സ് കേബിൾ, എല്ലാ ഫംഗ്ഷനും തന്നെ വേണ്ടി. അപ്പൊ അതില് നമുക്ക് ആ മോഡലിൽ ഒരു വെയിറ്റ് കപ്പാസിറ്റി ഒക്കെ എത്ര വരും? അതൊരു 30 രൂപ വരെ പിടിച്ചോളൂ, 30-35 രൂപ വരെ മാക്സിമം പിടിച്ചോളൂ. പിന്നെ ഒരു 10 രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ് ഈ ഇരിക്കുന്നത്, അടിയിലേക്ക് ഇരിക്കുന്ന ഒരു 10 രൂപ റേഞ്ച് തന്നെയാണ്. അതൊക്കെ 5 മോട്ടർ ഉണ്ടാവും, 12 വോൾട്ട്, ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, ഓക്സ് കേബിൾ, എല്ലാ ഫംഗ്ഷനും തന്നെ വണ്ടിയാണ്. ഒരു 35-40 രൂപ വന്നാലും വണ്ടി പിടിച്ചോളൂ. ഈ താഴെ കാണുന്ന കുറച്ച് വലിയ മോഡൽ, താഴത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബിഗ് സൈസ് ആണ്. അതൊക്കെ ഒരു 23 രൂപ 19,000. ഇതൊക്കെ കുഷൻ സീറ്റ് തന്നെ ഉണ്ടാ, ഫുള്ളി ഇമ്പോർട്ട് തന്നെയാണ്. 2 ടൈപ്പ് തന്നെ ഉണ്ടല്ലോ, ചൈനയും ഇന്ത്യയും തന്നെ ഉണ്ട്. അതിൽ കൂടിയതാണ്. അപ്പൊ അത് ആ കാണിച്ച മോഡൽ എങ്ങനെയാണ് റേറ്റ്? അത് 19 രൂപ. 19 രൂപ. അതും വെയിറ്റ് കപ്പാസിറ്റി അത്യാവശ്യം. അതും ഞാൻ കയറുന്നാലും ഇപ്പൊ ഞാൻ ഓടിച്ചില്ലേ, അതേ വെയിറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ 45 രൂപ കയറിയാലും വണ്ടി പിടിച്ചു ഓടിക്കോളൂ. ഓ ശരി. ആളുകൾക്ക് അറിയാനുള്ള മെയിൻ ഒരു കാര്യം വെച്ചാൽ ഈ വക ഇലക്ട്രോണിക് സാധനങ്ങളെ, ഇപ്പൊ ഇലക്ട്രിക് ബൈക്ക് ആയിക്കോട്ടെ, സ്കൂട്ടർ, കാർ, ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് സർവീസും വരുന്നുണ്ട്, വാറന്റിയും വരുന്നുണ്ട്. 6 മാസത്തേക്ക് അതിന്റെ മദർ ബോർഡിന്റെ വാറന്റി വരുന്നുണ്ട്. പിന്നെ 1 കൊല്ലത്തേക്ക് സർവീസും വരുന്നുണ്ട്. ഏത് വണ്ടി എടുത്താലും ഇപ്പൊ പുറത്തുനിന്ന് എടുത്താലും നമ്മോട് സർവീസ് ചെയ്യും. അത് ശരി. ഇപ്പൊ ഈ വണ്ടി 1 കൊല്ലത്തിന് ശേഷം സർവീസ് കഴിഞ്ഞതും ഇവിടെ സർവീസ് ഉണ്ടാവും. എന്ത് പാർട്സ് പോയാലും ഇതിന്റെ പാർട്സ് കിട്ടും. അപ്പൊ 1 ഇയർ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് കിട്ടും. അത് 1 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് സർവീസ് അവൈലബിൾ ഉണ്ട്. ഇലക്ട്രിക്കൽ ബൈക്കും കാറും കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഐറ്റംസ്, പിന്നെ നമുക്ക് സാധാ ഐറ്റംസ് തന്നെ ഉണ്ട്. ബർത്ത്ഡേ ഐറ്റംസ് തന്നെ ഉണ്ട്. ഒരു വയസ്സുള്ള കൊച്ചുങ്ങളുടെ സാധനങ്ങൾ തന്നെ ഉണ്ട്. കിക്ക് സ്കൂട്ടർ തന്നെ ഉണ്ട്, സ്ലൈഡുകളൊക്കെ തന്നെ ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട്. കിഡ് സ്കൂട്ടർ തന്നെ വലിയ ആൾക്കാർക്കും പറ്റിയ സാധനം. വലിയ ആൾക്കാർക്ക് ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് തന്നെ ഉണ്ട്. ഇലക്ട്രിക് ഇപ്പൊ സ്റ്റോക്ക് നമുക്ക് ഔട്ടായിരിക്കാണ്, യാച്ചക്കുള്ള തന്നെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ പറഞ്ഞ കിഡ്സിൻ്റെ സ്കൂട്ടറുകൾ. ഇതിൻ്റെ ഫ്രണ്ട് വീൽ കണ്ടോ, 2 വീലുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ, ബാലൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിൽ സിംഗിൾ വീലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് ബാലൻസും കിട്ടും. ഇത് കിഡ്സിന് മറ്റേ കിക്ക് സ്കൂട്ടർ തന്നെയാണ്. അതൊരു 5 വയസ്സ് വരെ സാധാ സൈക്കിൾ ബാലൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ മറ്റേ ഫ്രണ്ടിൽ 2 വീലുള്ള സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി സിംഗിൾ വീലായിട്ട് തന്നെ ടൈപ്പാണ് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നത്. ഒരു 5 വയസ്സിലായിട്ട് ആൾക്കാർ സൈക്കിൾ ബാലൻസ് ആയി കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ടതാണ് കുട്ടികളുടെ 3 വീലുള്ള സൈക്കിളുകൾ. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ഓടിച്ചു കിടന്നിട്ടുള്ള മോഡലാണ്. ഇപ്പൊ അതിന്റെയൊക്കെ വളരെ വേരിയന്റ് ആയിട്ടുള്ള പല മോഡലുകൾ വന്നു തുടങ്ങി എന്ന് പറയാം. ഹാൻഡിലുള്ളത്, ഹാൻഡിലില്ലാത്തത്. അപ്പൊ അതിന്റെ വിലയും കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. കിഡ്സിന്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിഡ്സിന്റെ സൈക്കിൾ നമുക്ക് 2 ടൈപ്പിലുള്ള സൈക്കിൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ വരുന്നുണ്ട്, പിന്നെ ഹാൻഡിൽ വരുന്ന ടൈപ്പും വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഒരു 1000 രൂപ റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഹാൻഡിലൊക്കെ വരുമ്പോൾ ഒരു 1890 റേഞ്ച് തൊട്ട് നമുക്ക് അതും സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ ഒരു 5 വയസ്സിനുള്ള മേളിലേക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഒരു 12 നോർമൽ ടൈപ്പ് തന്നെ. അത് 12 ഇഞ്ച് തൊട്ട് നമുക്ക് 24 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? അതൊക്കെ ഒരു 3000 തൊട്ട് മേളിലേക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പല കമ്പനി ഹീറോ ഉണ്ട്, കോസ്മിക് ഉണ്ട്, പിന്നെ ബെൻസോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പിന്നെ ടാറ്റയുടെ കമ്പനി ഉണ്ട്.
പല കമ്പനി വന്നിറക്കുന്നുണ്ട്. കോമൺ ആയിട്ട് പോണ ഒരു ബ്രാൻഡ് പോണതും ബെൻസോന്നും പറഞ്ഞിട്ട് ഹീറോയുടെ മോഡൽ ടാറ്റയുടെ മോഡൽ എല്ലാം മിക്ക എല്ലാ കമ്പനിയും സെയിൽ ആവുന്നുണ്ട്. നമ്മൾ എല്ലാ കമ്പനി മാത്രം എടുക്കാറുള്ളൂ. കുറെ കമ്പനികൾ വേറെ വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഈ സൈക്കിളിന്റെ ഹൈറ്റ് വൈസ് വെച്ചിട്ട് നമുക്ക് എത്ര വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കും? ഇതൊക്കെ ഒരു 5 വയസ്സ് തൊട്ട് മേലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതൊക്കെ 4 വയസ്സ് 5 വയസ്സ് തൊട്ട് മേലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര നേരം കാണിച്ച ബൈക്കും ജീപ്പ് മാത്രമല്ല കേട്ടോ, അതൊക്കെ ഡൈകാസ്റ്റ് കാറുകളാണ്. അതിൻ്റെയൊക്കെ ഒരു വൻ ശേഖരമുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് കാണിച്ചു പോവാണ്. ഇത് മറ്റേ ബാസ്കറ്റ് ബോളിൻ്റെ തന്നെ പല ഹൈറ്റ് വേരിയൻ്റുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്ലൈഡുകൾ, ഊഞ്ഞാലകൾ, സ്ലൈഡുകൾ തന്നെ പല ഹൈറ്റും പല ലെങ്ത് വൈസും ഉള്ളതുണ്ട്. നമ്മുടെ കുട്ടികളുടെ വാക്കറുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ബോക്സിൽ വരുന്ന പലതരം ടോയ്കളുണ്ടല്ലോ, അതിൽ പലതരം ടോയ്കളുണ്ട്. അത് പല പ്രൈസ് റേഞ്ചിലുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റഡി ടേബിൾ, സ്റ്റഡി ചെയർ അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബാർബി ഡോൾസ്, അതുപോലെ ഡോൾസിൻ്റെ പല വെറൈറ്റികൾ അവിടെ ഉണ്ട്. ചെറിയ ഊഞ്ഞാലുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ടോയ്സിൻ്റെയും പല വേരിയൻ്റ് ഉണ്ട്. അതുപോലെ ടെഡി ബിയർ, അതും പല വേരിയൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കണം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ തന്നെ മുട്ടത്ത്, ആലുവ മുട്ടം 169 പില്ലറിൽ ഓപ്പോസിറ്റ് തന്നെ. യാർഡിന്റെ ഓപ്പോസിറ്റ്, യാർഡിൽ കയറുന്നേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പില്ലർ ഉണ്ട്. ഇനിയും നമ്മൾ കാണിക്കാത്ത ഒരുപാട് ജീപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സാധനം മേടിച്ചതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന് വില, അതായത് നമ്മൾ പ്രധാനപ്പെട്ട പല മാളുകളിലും ഓഫറുള്ള സമയത്തൊക്കെ പോയി നോക്കിയപ്പോൾ, ഓഫർ എന്ന് വെച്ചാൽ വൻ ഓഫറുകൾ, അത് രാത്രിയൊക്കെ ഭയങ്കര തിക്ക് ബഹളമുള്ള സമയത്ത് നമ്മൾ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞ വില, അതായത് ഓഫർ ഇല്ലാത്ത സമയത്ത് എന്ത് വിലയുണ്ടോ അതേ വില തന്നെയാണ് ഓഫറുള്ള സമയത്ത് അവർ കാണിക്കുന്നത്. ജസ്റ്റ് വില ഒന്ന് കൂട്ടി എഴുതി കാണിച്ചിട്ട് അത് കുറച്ചു എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടെ കിട്ടി. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ സർവീസ്. നമ്മൾ സാധനം എടുത്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് ഏത് പാർട്ട് ഡാമേജ് ആയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ സർവീസ് ചെയ്ത് തരും, ആ പാർട്ട് മാറ്റിത്തരും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കളമശ്ശേരി നാലുവിലോട്ട് വരുമ്പോൾ മുട്ടത്ത് നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 169 നേരെ ഓപ്പോസിറ്റ്, അതായത് മുട്ടം മെട്രോ യാർഡിലേക്ക് മെട്രോ തിരിഞ്ഞു പോകുന്ന ആ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടോയ് മാൾ വരുന്നത്. അപ്പോൾ ഈ വഴി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോപ്പ് ഏതായാലും കണ്ടിട്ടുണ്ടാവും. അത് കാര്യം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ എല്ലാ സംഭവങ്ങളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ താക്കോൽ നമുക്ക് അവർ തന്നു. നമ്മൾ മേടിച്ചത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് വീട്ടിലേക്ക് എത്തിച്ചു. ഓക്കെ, തുണി മാറ്റി നോക്ക്, തുണി വലിച്ചോ, തുണി വലിച്ചോ. പോലിക്ക പേടിയാണോ? അടിക്കുവോ? അടിക്കൂലോ? പിടിച്ചോ മാറ്റട്ടെ. എന്താണ് കേറണ്ട? ഇവിടെ നോക്കിയേ, പേടിക്കണ്ട, ഇരുന്നോ, പാല് കുടിക്കോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് നമ്മളിത് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളുള്ള നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിനും, സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം കേട്ടോ. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടാ? ആ.